ഗായ്സ് എന്തെങ്കിലും വിശേഷം സുഖമായിരിക്കുന്നു കേട്ടോ. പുതിയൊരു വീഡിയോ ബ്ലോഗിലെ ഏവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ റീലിട്ടായിരുന്നു നമ്മുടെ ഒരു സ്വിമ്മിങ് നീന്തൽ അറിയോ എന്നൊക്കെ ചോദിച്ചിട്ട്. നീന്തൽ അറിയുന്നവർക്ക് കുറച്ച് അത്യാവശ്യം നല്ല ശമ്പളത്തോടു കൂടിയുള്ള ജോലി ഇവിടെ കിട്ടും. സ്റ്റുഡൻസിന് പാർട്ട് ടൈം ആയിട്ടുള്ള ജോലി കിട്ടും, ഡിപ്പെൻഡൻസിന് ഫുൾ ടൈം ആയിട്ടുള്ള ജോലി കിട്ടും. പാർട്ട് ടൈം വേണ്ടവർക്ക് പാർട്ട് ടൈം ചെയ്യാം, ഫുൾ ടൈം വേണ്ടവർക്ക് ഫുൾ ടൈം ചെയ്യാം. അങ്ങനെയുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഈ അടുത്തിടെ നമ്മൾ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും സ്റ്റുഡൻസ് വന്നിട്ട് 2, 3, 4, 5, 6 മാസമൊക്കെ ആയിട്ട് ജോലി ഇല്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ സ്റ്റാറ്റസ് ഇട്ടുണ്ട്, ആരെങ്കിലും ഈ കുട്ടിക്ക് ജോലി മേടിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് ഇനി ഇപ്പോൾ ഒരു പാർട്ട് ടൈം കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സൊക്കെ എടുത്തിട്ട് നിങ്ങൾ നിയറസ്റ്റ് ലെഷർ സെൻറ്റേഴ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഈ മറ്റൊരെണ്ണം ആർമിയുടെ കേസാണ്. അതും ഒരു പെൺകുട്ടി കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ എനിക്ക് ജോലി കിട്ടി ആർമിയിൽ. അപ്പോൾ ഈ ഒരു വിവരം ഞാൻ പല പ്ലാറ്റ്ഫോമിലും വീഡിയോസിന് താഴത്തൊക്കെ പലരുടെയും പോയി കമൻറ്റ് ചെയ്തെങ്കിലും ആൾക്കാരൊന്നും തിരിഞ്ഞു നോക്കിയില്ല ചേട്ടാ എന്ന് പറഞ്ഞ് വളരെ വിഷമത്തോടെ വിളിച്ച് പറഞ്ഞു. ഞാൻ പേടിക്കേണ്ട, ഞാൻ പറഞ്ഞു കൊടുക്കാം എന്ന് പറഞ്ഞു. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അതിവിടെ ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ട് കൊച്ചു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷനിലേക്ക് എനേബിൾ ഷെയർ ചെയ്യാൻ വേണ്ടി സ്വാഗതം. അപ്പോൾ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അറിയാത്തവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലൊക്കെ പോയി രക്ഷപ്പെട്ടോട്ടെ ഏതിപ്പോൾ അല്ലേ. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ മച്ചാ നമുക്ക് UK സ്റ്റുഡൻസ് ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ റീസെൻ്റ്ലി കുറച്ച് പാർട്ട് ടൈമിന് ബുദ്ധിമുട്ടുള്ള ഏരിയകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ പറയും കഷ്ടപ്പെട്ടാലേ പാർട്ട് ടൈം കിട്ടുള്ളൂ എന്നുള്ള ഡയലോഗൊന്നും വേണ്ട. കഷ്ടപ്പെട്ടിട്ടും കിട്ടാതിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വല്ല ഹെൽപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ എവിടെയെങ്കിലും ജോലികളുണ്ട്, ആ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ഞാനത് അവർക്ക് കൊടുക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്ലാറ്റ്ഫോമുകളിൽ ഞങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള കമൻറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അതും നമ്മളൊന്ന് ശ്രദ്ധിക്കണ്ടേ അല്ലേ. സോ ഇന്നത്തെ നമ്മുടെ സ്വിമ്മിങ് നീന്തൽ പരീക്ഷണം എന്താ പറയുക, അറിയുന്ന ആൾക്കാർക്ക് ഒരു അവസരം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വിമ്മിങ് ഇൻസ്ട്രക്ടറായിട്ട് ജോലി കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ ലൈഫ് ഗാർഡായിട്ട് ജോലി കിട്ടും. ലൈഫ് ഗാർഡിനും എല്ലാത്തിനും അത്യാവശ്യം ശമ്പളത്തോടു കൂടി തന്നെ. പിന്നെ നമ്മളിപ്പോൾ വെയർഹൗസിലും റെസ്റ്റോറൻറ്റിലും കെയർ ഹോമിലൊക്കെ പണിയെടുക്കുമ്പോൾ നല്ല അറിയാം കുറച്ച് കട്ടപ്പണിയാണ് അല്ലേ. അപ്പോൾ ഈ കട്ടപ്പണി ഇല്ലാതെ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് പണിയെടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ പണിയെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ വളരെ നന്നായിരുന്നു. ഓക്കെ, ഇപ്പോൾ സ്വിമ്മിങ് ഇൻസ്ട്രക്ടറിന് ഏകദേശം ഒരു 18 തൊട്ട് 20, 22, 25 മേലേക്കാണ് ശമ്പളം വരുന്നത്, പെർ അവറിന് കിട്ടുന്നത്. അത്യാവശ്യം നല്ല പേ ഉണ്ട്. അപ്പോൾ അതാണ് കൈ നിറയെ പൈസ എന്നുള്ളത് പറയുന്നത്. അധികം ബുദ്ധിമുട്ടില്ല. ഇത് ചിലപ്പോൾ നിങ്ങൾ ഓരോ ലെഷർ സെൻറ്ററിലും ഈ പറഞ്ഞ ഈ ട്രെയിനിങ് കുട്ടികൾക്ക് കാര്യങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കാനും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മെയിനായിട്ട് സംഭവം വരുന്നത്. ഇപ്പോൾ ലൈഫ് ഗാർഡ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ലെഷർ സെൻറ്റർ, ഈ ജിമ്മ്, അതുപോലെ തന്നെ യോഗ, ഈ പറഞ്ഞ സോന, പിന്നെ ഈ പറഞ്ഞ നമ്മുടെ ഈ പൂള് കാര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് ലെഷർ സെൻറ്റേഴ്സ് നമ്മുടെ സിറ്റിക്ക് ചുറ്റുമുണ്ടാവും. ചിലപ്പോൾ നമുക്കിപ്പോൾ മാഞ്ചസ്റ്ററിൻ്റെ കുറേ എണ്ണം ഉണ്ട് തോന്നുന്നു. അപ്പോൾ ഇത് ഓരോ ഏരിയയിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇവിടെയൊക്കെയാണ് ജോലി കിട്ടുക. അപ്പോൾ ഇവിടെ നോർമലി ഇപ്പോൾ ചെയ്യുന്ന വെച്ചാൽ പണിയെടുക്കാൻ ആളെ കിട്ടുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് പറഞ്ഞു. ഈ ഇൻഫർമേഷൻ എനിക്ക് തന്ന ഒരു സുഹൃത്ത്, അവൻ ആദ്യം ജോലിക്ക് കയറിയപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല ചേട്ടാ, ഇതൊന്ന് പറഞ്ഞു കൊടുക്കുക, എൻ്റെ അടുത്ത് വന്നിട്ട് അപ്രോച്ച് ചെയ്ത സുഹൃത്തിന് ഫസ്റ്റ് ഞാൻ നന്ദി പറയണം. അപ്പോൾ കാരണം വെച്ച് കഴിഞ്ഞാൽ കാരണം നമ്മളിപ്പോഴും വെയർഹൗസിൻ്റെയും കെയർ ഹോമിൻ്റെയും റെസ്റ്റോറൻറ്റിൻ്റെയും പുറകിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് ജോലി മാറി ചിന്തിക്കണം, ഇല്ലെങ്കിൽ പുതിയൊരു ജോലി നോക്കണം, ഇല്ലെങ്കിൽ എന്താ പറയുക ജോലി കിട്ടാതിരിക്കുവാണ്, അവർക്കൊക്കെ ചിലപ്പോൾ യൂസ്ഫുൾ ആവും അല്ലേ. അപ്പോൾ ഇതിനെന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ഞാൻ അതിൻ്റെ വെബ്സൈറ്റ് താഴത്ത് കൊടുക്കുന്നുണ്ട്. RLSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റോയൽ ലൈഫ് സേവിങ് സൊസൈറ്റി ഒരു എന്താ പറയുക, അവരുടെ ഒരു സർട്ടിഫിക്കേഷനാണ് നമ്മൾ എടുക്കേണ്ടത്. RLSSൻ്റെ നാഷണൽ പൂൾ ലൈഫ് ഗാർഡ് ക്വാളിഫിക്കേഷൻ. ലൈഫ് ഗാർഡ് ആവുന്നവർക്ക് ഈ ലൈഫ് ഗാർഡ് ക്വാളിഫിക്കേഷനാണ് എടുക്കേണ്ടത്. ഞാനൊരു വെബ്സൈറ്റ് കൊടുക്കാം, ഇൻസ്ട്രക്ടറിൻ്റെ കോഴ്സിന് എടുക്കേണ്ട ലിങ്കും അതിനകത്ത് തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ കോഴ്സ് നിങ്ങൾക്ക് ഒരുപാട് കോഴ്സുകൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ RLSSൻ്റെതാണ്. അതിനകത്ത് ഫൈൻഡ് കോഴ്സ് കാണാൻ പറ്റും. ഫൈൻഡ് കോഴ്സിനകത്ത് നിങ്ങൾക്ക് ഏത് കോഴ്സാണോ വേണ്ടത് ആ കോഴ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ലൊക്കേഷനിലാണ് വേണ്ടത് എന്ന് നോക്കുക. ആ ലൊക്കേഷനകത്ത് ഏതൊക്കെ കോഴ്സാണ് അവൈലബിൾ ആയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ എന്താ പറയുക ഫ്രീ ആയിട്ടും കോഴ്സുകൾ കിട്ടും. ഓക്കെ, അങ്ങനെ ഒരു കാര്യമുണ്ട്. ഗാർഡാണെങ്കിൽ ഒരു 14, 12, 13, 14 ആ റേഞ്ചുള്ള ശമ്പളമാണ്. ഇപ്പോൾ സ്വിമ്മിങ് ഇൻസ്ട്രക്ടർ ആണെങ്കിൽ ഒരു 18 സംഭവമാണ്, അത്രയാണ് ശമ്പളം വരുന്നത്. വൺസ് കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ലിങ്ക്ഡിനും ഇൻഡീഡും ഇല്ലെങ്കിൽ നിങ്ങളുടെ നിയറസ്റ്റ് ലെഷർ സെൻറ്റേഴ്സിൽ പോവാം, നിങ്ങൾക്ക് ജോലി അന്വേഷിക്കാൻ പറ്റും. കാരണം നമുക്കറിയാം ഇത് അധികം ആൾക്കാർ ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് ആ സുഹൃത്ത് പറഞ്ഞതനുസരിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ ആളെ കിട്ടാനില്ല. ഇപ്പോൾ പലരും അവിടെ നീന്താൻ വരുന്ന ആൾക്കാരെ തന്നെയാണ് അവിടെ പാർട്ട് ടൈം ആയിട്ട് ജോലിക്ക് വെച്ചിരിക്കുന്നത് എന്നുള്ള ഇൻഫർമേഷനൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ചിലപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. ഇപ്പോൾ ജോലി ഇല്ലാതിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ പുതിയൊരു ജോലി വേണമെന്നല്ലെങ്കിൽ കുറച്ച് ബെറ്റർ ആയിട്ട് ജോലി ശമ്പളം വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.
അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ബയോയിൽ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനകത്തൊരു സ്പോൺസർഷിപ്പ് കിട്ടുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഇതിൻ്റെ സ്പോൺസർഷിപ്പിനെ കുറിച്ച് ചെക്ക് ചെയ്തപ്പോൾ ചില പ്ലാറ്റ്ഫോമുകളിൽ കിട്ടും എന്നൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞാനത് അധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഞാൻ ആക്ച്വലി ഇവിടെ UK സ്റ്റുഡൻസ്, ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവുന്ന സ്റ്റുഡൻസിന് അവർക്ക് റെക്കമെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ എന്തൊക്കെയോ ജോലി ചെയ്യുന്നു, അപ്പോൾ ആ ജോലി കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ജോലി വേണം എന്നൊക്കെ നോക്കുവാണെങ്കിൽ ഈ ഒരു സ്വിമ്മിങ്ങിൻ്റെ ഇൻസ്ട്രക്ടർ ആവാം, അല്ലെങ്കിൽ ലൈഫ് ഗാർഡ് ആവാം. ഇനിയിപ്പോൾ സ്പോൺസർഷിപ്പ് കിട്ടിയാൽ അത് നിങ്ങളുടെ ലക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അതിപ്പോൾ എല്ലാ ജോബിനും ഇപ്പോൾ നമ്മൾ വെയർ ഹൗസിലും കയറുന്നതിന് ഇവിടെയൊക്കെ എത്ര സ്പോൺസർഷിപ്പ് കിട്ടും അല്ലേ? അപ്പോൾ ഇപ്പോൾ സ്പോൺസർഷിപ്പ് ലൈസൻസ് കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു, നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു, ആകെ മൊത്തത്തിൽ മാറ്റമാണ് എല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇനി അടുത്തത് ആർമി. ഈ ആർമിയുടെ കേസ് വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ഷെയർ ചെയ്യുന്നു. കാരണം വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ഒരു സ്വിമ്മിങ്ങിൻ്റെ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി എനിക്ക് DM വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ എനിക്ക് ആർമിയിൽ ജോലി കിട്ടി. ഞാൻ ഫസ്റ്റ് ചുമ്മാ പറയായിരിക്കും, കാരണം വെച്ചാൽ ഞാൻ ഇവിടെ വന്നപ്പോൾ തൊട്ട് ആർമിയിൽ കയറാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 years കഴിഞ്ഞാലാണ് ആർമിയിൽ കയറാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് കണ്ടത്. അപ്പോൾ ശരിക്കും ഞാൻ ചോദിച്ചു, ആർമി തന്നെ ആണോ? അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു ആർമി തന്നെയാണ്, പക്ഷേ ആർമിയിൽ സിവിൽ സർവൻ്റ് ആയിട്ടാണ് കയറിയിരിക്കുന്നത് എന്നുള്ള പറഞ്ഞു. എന്താണെങ്കിലും ആർമിയാണ്. പക്ഷേ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ആംഡ് ഫോഴ്സിൻ്റെ എന്താ പറയുക, ഈ പറഞ്ഞ നമുക്ക് ഈ പട്ടാളക്കാരനായിട്ട് തോക്കും പിടിച്ചിട്ട് പോകുന്ന കേസല്ല ഇത് സിവിൽ സർവൻ്റ് ആയിട്ട് ജോലിക്ക് കയറാൻ പറ്റും. അപ്പോൾ സിവിൽ സർവൻ്റ് ആയിട്ട് ആർമിയിൽ മാത്രമല്ല, ഇപ്പോൾ നേവിയിൽ കയറാം, അതുപോലെ തന്നെ ആർമിയിൽ കയറാം, എയർഫോഴ്സിൽ കയറാം. അത് മാത്രമല്ല നിങ്ങൾക്ക് പിന്നെ ഇപ്പോൾ HMRCയിൽ കയറാം. ഇനിയിപ്പോൾ ഇവിടുത്തെ ഹൈക്കോർട്ടിലോ അല്ലെങ്കിൽ അവിടെ എല്ലാ ഗവൺമെൻറ്റിൻ്റെ ജോലികൾ നിങ്ങൾക്ക് ലഭിക്കും ഈ സിവിൽ സർവൻറ്റ് ജോബിലൂടെ. ഓക്കെ, അപ്പോൾ ഇതെന്താണ് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞുതരാം. ഒരു ലിങ്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ലിങ്കിനകത്ത് ഞാൻ ഇവിടെ എന്താ പറയുക, ഞാൻ അക്കൗണ്ടൻറ്റ്, ഓക്കെ, അക്കൗണ്ടൻറ്റിൻ്റെ ജോലി ഞാൻ സെർച്ച് ചെയ്യുന്നു. ഇപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഒരു പെൺകുട്ടി ഇവിടെ വർക്ക് ചെയ്യുന്നത്, അതായത് ആർമിയിൽ വർക്ക് ചെയ്യുന്നത് അക്കൗണ്ടൻ്റ് ആയിട്ടാണ്. ആർമിയിലെ ഒരു ക്യാമ്പിനകത്ത് വർക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ അക്കൗണ്ടൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പുള്ളിക്കാരി കുറച്ച് നാളുകളായി പുള്ളിക്കാരി ഇതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളും തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷത്തോളം സമയം പിടിച്ചു ഇത് കിട്ടാനായിട്ട്. അപ്പോൾ ഈ 1 വർഷം പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ വെറുതെ ഇരിക്കണോ എന്ന് ചോദിക്കും. നിങ്ങൾ വെറുതെ ഇരിക്കുമെന്ന് വേണ്ട, നിങ്ങൾ പാർട്ട് ടൈമിന് പോകാം, പാർട്ട് ടൈമും കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ആർമിയുടെ പരിപാടി കിട്ടും. സോ ഞാൻ ഇതാണ് വെബ്സൈറ്റ് ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. civilservicejobs.service.gov.uk എന്നുള്ളതാണ് എൻ്റെ വെബ്സൈറ്റ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗവൺമെൻറ് ജോലികളാണ് നമുക്കിവിടെ ലഭ്യമാകുക. അപ്പോൾ ഈ ഗവൺമെൻറ് ജോലികൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ആ സുഹൃത്ത്, ആ പെൺകുട്ടി നമ്മളടുത്ത് വിളിച്ചിട്ട് പറഞ്ഞത്. പുള്ളിക്കാരി അക്കൗണ്ടൻ്റ് ആയിട്ടാണ് ജോലി കയറിയിരിക്കുന്നത് കേട്ടോ. അതിന് കുറച്ച് കാര്യങ്ങൾ, ഇൻ്റർവ്യൂസിൻ്റെ കേസുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴത്തുനിന്ന് കമൻറ്റ് ചെയ്തിട്ട് ഞാൻ വളരെ വ്യക്തമായിട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. ഓക്കെ, ഇതിനകത്ത് സിസ്റ്റം അക്കൗണ്ടൻ്റ് ഉണ്ട്, അത് ഹോംസ് ഇംഗ്ലണ്ട് എന്നുള്ള, അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ സെക്യൂർ മീഡിയ ആൻഡ് ഡെപ്യൂട്ടി ക്രിപ്റ്റോ അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. ഇതിപ്പോൾ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ അണ്ടറിലാണ് പുള്ളിക്കാരിക്ക് ജോലി കിട്ടിയത് അക്കൗണ്ടൻ്റ് ആയിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ആർമിയിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ആംഡ് ഫോഴ്സിൽ നമ്മൾ ഈ തോക്കും പിടിച്ചിട്ട് മറ്റ് ഈ നേവിയിൽ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ ആർമിയിൽ കയറാനാണെങ്കിൽ അതിന് നമുക്കിവിടെ 3 years കഴിയണം. അപ്പോൾ ഇവിടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിയുടെ PSW പീരീഡ് നമുക്കറിയാം, അത് 2 years ആണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു 1 year മുമ്പ് ഞാൻ പറഞ്ഞില്ല, ഈ ജോലിയിൽ ഇപ്പോൾ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ജോലിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്, ഫ്ലെക്സിബിൾ ആയിട്ട് വർക്ക് ചെയ്യാം. സോ ഇതൊക്കെ കഴിയുമ്പോൾ ഒരു 3 year റീച്ച് ആവുന്ന സമയത്ത് പുള്ളിക്കാരിക്ക് ഒരു പക്ഷേ എന്താ പറയുക, സ്പോൺസർഷിപ്പ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഇവിടുത്തെ നിയമങ്ങളനുസരിച്ച്, അതായത് നമ്മുടെ 3 year റൂൾ അനുസരിച്ചിട്ട് കോമൺവെൽത്ത് കൺട്രിയിൽ നിന്നുള്ള ആർക്കും 3 year കഴിഞ്ഞ് കഴിഞ്ഞാൽ UK നിങ്ങൾക്ക് ആർമിയിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ സ്പോൺസർഷിപ്പിൻ്റെ കേസ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ എല്ലാ ജോബിനും സ്പോൺസർഷിപ്പ് കൊടുക്കുന്നില്ല. ആർമിയിൽ സ്പോൺസർഷിപ്പ് കൊടുക്കുന്നുണ്ട് പല ജോബിനും എന്നുണ്ടെങ്കിൽ എല്ലാ ജോബിനും കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പുള്ളിക്കാരിക്ക് ഇപ്പോൾ 25,000 pounds അങ്ങാണ്ടാണ് ശമ്പളം. നമുക്കറിയാം ഇപ്പോഴത്തെ ന്യൂ എൻട്രൻറ്റ് ക്രൈറ്റീരിയ ഒക്കെ വെച്ചിട്ട് ഒരു അക്കൗണ്ടന്റിന് ഒരു 28 മേലേക്ക് കിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഫ്യൂച്ചറിൽ ഇൻക്രിമെൻറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ 28 കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എലിജിബിൾ ആവും സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർമി, എയർഫോഴ്സ്, നേവി, അത് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ അണ്ടറിൽ വരുന്ന പല ജോബുകൾ, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പല ജോബുകൾ നിങ്ങളവിടെ കാണുന്നുണ്ട്. ഹോംസ് ഇംഗ്ലണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ വർക്ക് ആൻഡ് പെൻഷൻസ്, അതിനകത്തൊക്കെ ഇതൊക്കെ ഗവൺമെൻറ് ജോലികൾ മാത്രമാണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടുക. അതിനകത്ത് പല ജോബുകളും കിട്ടും. ഇത് അക്കൗണ്ടൻറ്റ് ജോബ് മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ IT ജോബ് നോക്കുക, അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ് ആവട്ടെ, ഇനി HR ആവട്ടെ, പല ജോബുകളാവട്ടെ, ഇവിടെ
ഈ പറഞ്ഞ ജോബ് ചെയ്യാനായിട്ട് ആൾക്കാർ കുറവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാലറി വളരെ കുറഞ്ഞ സാലറിയാണ്. 25,000 പൗണ്ട് എന്നൊക്കെ പറയുമ്പോൾ വളരെ കുറഞ്ഞ ശമ്പളമാണ്. ഇതിനൊക്കെ ചെയ്യാനായിട്ട് ആൾക്കാർ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ UK PSW നിൽക്കുന്നവർ അത് ട്രൈ ചെയ്യാം. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മറ്റേതെങ്കിലും ജോബ് ചെയ്തുകൂടെ? മറ്റേ ജോബ് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ. കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ ഒരു ജോബ് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങളുടെ അതാത് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയാൽ നിങ്ങൾ ഇപ്പോൾ വിസ ഫയൽ ചെയ്യുന്ന പോകുന്ന സമയത്ത് വിസ ഫയൽ ചെയ്ത് എത്ര പേരെന്ന് അറിയില്ല. PSW ഒറ്റയ്ക്ക് ഫയൽ ചെയ്തവർ എത്ര പേരുണ്ടെന്ന് അറിയില്ല എനിക്ക്. പക്ഷേ ഇത് വിസ ഫയൽ ചെയ്യുന്ന അവിടെ ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ആംഡ് ഫോഴ്സിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഡിഫൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം. നിങ്ങൾ ഡിഫൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു പ്രിവിലേജ് ആണ്. നിങ്ങൾക്ക് ഒരു ജോലി കിട്ടാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും, വിസ കിട്ടാൻ ഈസി ആയിരിക്കും. അത് മാത്രമല്ല, ഒരു കമ്പനിയിൽ അപ്ലിക്കേഷൻ ഇടുന്ന സമയത്ത് പോലും നിങ്ങൾ ഡിഫൻസിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ മറ്റു ജോലിക്ക് അപ്ലൈ ചെയ്യാനും ഇല്ലെങ്കിൽ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മറ്റു ജോലിക്ക് അപ്ലൈ ചെയ്യാനും ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർമിയിൽ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ മിസ്സാക്കണ്ട. ആർമി ആവട്ടെ, എയർഫോഴ്സ് ആവട്ടെ, നേവി ആവട്ടെ, UK ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ മിസ്സാക്കണ്ട. അതിപ്പോൾ അക്കൗണ്ടിങ് ആവട്ടെ, HR ആവട്ടെ, അഡ്മിൻ ആവട്ടെ, ലോജിസ്റ്റിക്സ് ആവട്ടെ, IT ആവട്ടെ, എഞ്ചിനീയേഴ്സ് ആവട്ടെ, ആരും ആവട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ അവസരമുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കേണ്ടത് ഏത് വെബ്സൈറ്റാണ് ഞാൻ പറഞ്ഞു, ഞാൻ താഴ്ത്തു കൊടുക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക. ഇതിന് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ പുള്ളിക്കാരി ഫ്രീ ആവുകയാണെങ്കിൽ ഞാൻ പുള്ളിക്കാരി വിളിച്ച് ചോദിക്കാം, ഒരു ഇൻ്റർവ്യൂ തരുമെന്നുള്ള. അങ്ങനെ ഇൻ്റർവ്യൂ കിട്ടിയാൽ ഞാൻ ഷെയർ ചെയ്ത് തരാം. ഇപ്പോൾ പുള്ളിക്കാരി ക്യാമ്പിലാണ്, അപ്പോൾ അതുകൊണ്ട് നേരിട്ട് പോയിട്ടൊന്നും ഇൻ്റർവ്യൂ എടുക്കാൻ പറ്റില്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വല്ല ലൈവിന് കിട്ടുമോ നോക്കി നോക്കാം. അതിന് കിട്ടുവാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. കാരണം ഇവിടെ എല്ലാവരുടെയും ആവശ്യം ഒരു ജോലിയാണ്. ആ ജോലിക്കുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കാണാം. ഓക്കെ.